ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയറച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹയറച്ചിന്റെ ഗ്രേറ്റ് ലീഡറായ അയ്യൂബ് ഖാന്റെ ഒരു എന്താ പറയാ, ഓനൊക്കെ എങ്ങനെ സാധിക്കുന്നു? 3100 കോടി പറ്റിച്ച കമ്പനിക്ക് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. 100 കോടി പിരിച്ച കമ്പനിക്ക് സർവീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ സ്റ്റാറ്റസ് ഇട്ടവൻ പറയുന്നു, ഞാൻ ഇതുവരെ ഹയറിച്ചിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന്. 3100 കോടി തട്ടിച്ച കമ്പനി അത് ഹൈറിച്ച് അല്ലേ? അതല്ലേ നീ സ്റ്റാറ്റസ് വെച്ചത്? ഉളുപ്പുണ്ടോ? ഉളുപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ട് ഇവനെ 200% അറിയാം ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയാണെന്നും ഹൈറിച്ചിന് തിരിച്ചു വരില്ല എന്നും. അതുകൊണ്ടാണ് ഇവനെ കയ്യിൽ എണ്ണാൻ പറ്റാത്തത്രയും മറ്റ് തട്ടിപ്പുകളുമായി നടക്കുന്നത്. ഓക്സിജനോ, VTV അങ്ങനെ കുറേ ക്രിപ്റ്റോ സ്കാമുകളുമായി നടക്കുന്ന ഒരുത്തൻ. എന്നിട്ട് ഇവൻ ഇന്ന് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഗ്രൂപ്പുകളിൽ തള്ളി മറക്കുകയാണ്, 2-3 വോയിസ് ഇട്ടിട്ട്. എന്താണോ ഇതൊക്കെ? എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കിതൊക്കെ? നീ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഹൈറിച്ച് തീർന്നുവെന്നും ഹൈറിച്ചിന് ഇല്ല എന്നും അതൊക്കെ പറഞ്ഞിരുന്നത് നീ തന്നെയല്ലേ? 3100 കോടി വറ്റിച്ച കമ്പനിക്ക് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല, അവര് സർവീസ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഓക്സിജൻ ഓയിൽ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് നീ തന്നെയല്ലേ? അപ്പോൾ ഇതുപോലെ ഹൈറിച്ചിനെ ഓക്സിജനോന്റെ ഭാഗമായി നിന്നുകൊണ്ട് തള്ളിപ്പറഞ്ഞ ഒരാളല്ലേ താൻ? എന്നിട്ട് മറ്റുള്ളവർ തള്ളിപ്പറയാൻ പാടില്ല. 1.5 വർഷമായിട്ടും ഇത് വരില്ല, ഉറപ്പാണ്. ആർക്കാണ് സംശയം? വക്കീലന്മാരോട് ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും ചെറിയ ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും സാധിക്കില്ല. ഇതിൻ്റെ മുകളിലും കോടതികളുണ്ട്. ഇനിയും വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം. അനവധി FIRകൾ ഇന്ന് നിലവിലുണ്ട്. ഇത് നിങ്ങൾ ബോണ്ട് വാങ്ങിയതും, നിങ്ങൾ ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തിയതും, OTTക്ക് വേണ്ടിയിട്ട് പണം പിരിച്ചതും, പൂളിംഗം വിതരണം ചെയ്തതും, കോടിക്കണക്കിന് രൂപ വിതരണം ചെയ്തതും, കോടിക്കണക്കിന് രൂപ വാങ്ങിയതിൻ്റെയൊക്കെ കണക്ക് പോലീസിൻ്റെയും EDയുടെയും കോടതിയുടെയൊക്കെ മുമ്പാകെയുണ്ട്. എന്നിട്ടും നീ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത്. ഹൈറിച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട്. ബൈ.